മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. രാവിലെ തന്നെ അനീഷിന്റെ വെറുപ്പീര് സ്വഭാവം തുടങ്ങിയിരിക്കുകയാണ്. ഇത്തവണ അനീഷ് വെറുപ്പീരുമായി ചെന്നിരിക്കുന്നത് വേറെ ആരുടെയും അടുത്തല്ല, സാബുണ്ണന്റെ അടുത്താണ്. കാരണം വേറൊന്നുമല്ല, ബിഗ് ബോസ് ഇവർക്ക് മോർണിംഗ് ആക്ടിവിറ്റി കൊടുക്കുകയാണ്. സാബു അണ്ണനോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു അവസരമാണ് ബിഗ് ബോസ് ഇത്തവണ മോർണിംഗ് ആക്ടിവിറ്റിയിലൂടെ കൊടുക്കുന്നത്. അനീഷ് സാബുവിനോട് ചോദിച്ച ചോദ്യം, സിനിമ അല്ലെങ്കിൽ ഫെയിം ഉള്ളവരെ മാത്രമാണ് ബിഗ് ബോസിലേക്ക് കൂടുതലും എടുക്കുന്നത്, എന്തുകൊണ്ടാണ് സാധാരണക്കാരെ എടുക്കാത്തത് എന്ന്. അപ്പോൾ സാബു അണ്ണൻ പറയുന്നുണ്ട്, ഇതിന് ഉത്തരം ഞാൻ പറയുന്നില്ല, പറയേണ്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന്. കുറച്ച് കഴിയുമ്പോൾ തന്നെ ബസർ അടിക്കും, മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സാബു അണ്ണൻ അനീഷിനോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്, ആ ചോദ്യത്തിൻ്റെ പ്രസക്തി എനിക്ക് മനസ്സിലായില്ല എന്ന്. അപ്പോൾ അനീഷ് പറയുന്നത്, അല്ല, ഇവിടെ കൂടുതലും ആൾക്കാർ വരുന്നത് ഫെയിം ഉള്ളവർ അല്ലെങ്കിൽ അഭിനയ മേഖലയിൽ നിന്നുള്ളവരാണ്. കുറഞ്ഞത് 5 കോമണറെങ്കിലും ഒരു സീസണിൽ എടുക്കണം, എന്തുകൊണ്ടാണ് അങ്ങനെ എടുക്കാത്തതെന്ന്. അതിനും ഒരു മറുപടിയും കൊടുക്കാതെ സാബു സ്മോക്കിംഗ് ഏരിയയിലേക്ക് പോവുകയാണ്. ഉടനെ അനീഷ് വലിയ ശബ്ദത്തിൽ, എന്താണ് ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയാതെ പോകുന്നത്, എന്താണ് ഞാൻ ചോദിച്ചതിന് ഉത്തരം തരാതെ പോകുന്നത് എന്നൊക്കെ. സാബു ഒന്നും പറഞ്ഞില്ലെങ്കിലും ഈ ഒരു കാര്യം മറ്റുള്ളവരെ ഏറ്റുപിടിച്ച് അനീഷിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. ഇവിടെ എല്ലാവരും സാധാരണക്കാരാണ്, കുറച്ചൊക്കെ ഫെയിം ഉണ്ടെന്ന് കരുതി എല്ലാവരും സാധാരണക്കാർ തന്നെയാണ്. പക്ഷേ അനീഷ് സമ്മതിക്കുന്നില്ല. അവസാനം സാബു സ്മോക്കിംഗ് ഒക്കെ കഴിഞ്ഞ് അനീഷിനോട് വന്ന് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനലില്ലേ, നിങ്ങൾ പ്രാദേശിക ചാനലിൽ ന്യൂസ് റീഡർ ആണെന്നല്ലേ പറഞ്ഞത്, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ സാധാരണക്കാരനാകുന്നത്? ഇവിടെ എല്ലാവരും സാധാരണക്കാർ തന്നെയാണ്. സാബുമാനെ ആർക്കറിയാം? സാബുമാനെ ആകെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, വലിയ ഫോളോവേഴ്സ് ഒന്നുമില്ല. കൂടാതെ നെവീനെ ആർക്കറിയാം? എല്ലാവരും സാധാരണക്കാരാണ്. പിന്നെ കുറച്ച് ഫെയിം ഉള്ളത് എന്ന് പറഞ്ഞാൽ ശൈത്യ, മൂവിയിൽ അഭിനയിച്ച അപ്പാനിയൊക്കെ ആയിരുന്നു. എന്നാൽ അവരൊക്കെ ഇവിടുന്ന് പോയി. ഇതിനൊന്നും അനീഷ് മറുപടി പറയുന്നില്ല. എന്നിട്ട് എപ്പോഴും ചെയ്യുന്നത് പോലെ കയ്യും കെട്ടി ദേഷ്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. സാബു അണ്ണൻ നൈസായിട്ട് അനീഷിനെ ഇഗ്നോർ ചെയ്ത് സൈഡിൽ പോയി ഇരിക്കുന്നുമുണ്ട്. സാബു അണ്ണൻ അറിയാം, അനീഷിനെക്കാളിലും വലിയ ആളെ കണ്ടിട്ടാണ് സാബു അണ്ണൻ ഇവിടം വരെ എത്തിയിരിക്കുന്നത്. പുള്ളിക്കറിയാം ഒരാളെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, ഒരു കാര്യം എങ്ങനെയാണ് ഒഴിവാക്കേണ്ടതെന്നൊക്കെ. പക്ഷേ അനീഷ് ചോദിച്ച ആ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകിയില്ല എന്നുള്ള ദേഷ്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്.